പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിശുദ്ധ റമദാനിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യം വല്ലാതെ എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു അവസരമാണ്. നമുക്കറിയാം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് തിന്മകൾക്ക് വല്ലാതെ ആധിപത്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്മകളും തിന്മകളും തമ്മിലുള്ള എല്ലാ അതിർവരമ്പുകളും അറ്റുപോയിരിക്കുന്നു. നന്മയും തിന്മയും കൂടിക്കലർന്നിരിക്കുകയാണ്. ഏതാണ് നന്മയെന്നോ ഏതാണ് തിന്മയെന്നോ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്ത ദുഃഖകരമായ ഒരവസ്ഥയാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ ഏതൊരു മനുഷ്യനെയും വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ലഹരിയും മദ്യവും മയക്കുമരുന്നും അതുപോലെ തന്നെ വയലൻസും ഇതാണ് നമ്മുടെ യുവത്വത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ക്യാമ്പസുകളിലും സ്കൂളുകളിലുമൊക്കെ അക്രമത്തിൻ്റെ അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നിരന്തരമായ കൊലപാതക പരമ്പരകൾ, അഫ്വാനും അതുപോലെയുള്ള കുട്ടികളൊക്കെ യഥാർത്ഥത്തിൽ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയുമൊക്കെ പിടിയിൽ അകപ്പെട്ടുകൊണ്ട് ഏതൊക്കെയോ ആളുകളുടെ കളിപ്പാവകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളിലുള്ള അരാജകത്വം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ജീവനെടുത്തത് അവനെപ്പോലെ തന്നെയുള്ള കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ക്രൂരത അതിൻ്റെ അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് വിശ്വാസികൾ എന്ന നിലക്ക് ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ശുദ്ധ ഖുർആനിൽ മുസ്ലിം സമുദായത്തെ പരിചയപ്പെടുത്തുന്നത് ഖൈർ ഉമ്മത്ത് എന്നാണ്. കുന്തും ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളെ നാം ഒരു ഉത്തമ സമുദായമാക്കിയിട്ടാണ് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. നിങ്ങളെപ്പോഴാണ് ഉത്തമ സമുദായം എന്നുള്ള ആ ഒരു വിശേഷണത്തിന് അർഹരാവുക? അപ്പോൾ അതിൻ്റെ അർഹതക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അത് ഖുർആൻ പറയുന്നത് നിങ്ങൾ നന്മകൾ പ്രസരിപ്പിക്കുക, ലോകത്ത് നന്മകൾ പ്രസരിപ്പിക്കുക, അതോടൊപ്പം തന്നെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക. തിന്മകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള പ്രതികരണം അത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ബാധ്യതയാണ്. നിങ്ങളൊരു തിന്മ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് കൈകൊണ്ട് തടയണം. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് തടയണം. ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും ആ തിന്മയോടുള്ള അടങ്ങാത്ത ഒരു രോഷാഗ്നി നിങ്ങൾ കത്തിജ്വലിപ്പിച്ച് വെക്കണം എന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തിന്മകൾ കാണുമ്പോൾ അതിനോട് രാജിയാകാതെ ആ തിന്മകൾക്കെതിരെ സാധ്യമാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വർത്തമാനകാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. തീർച്ചയായിട്ടും ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ആ ഒരു ഊർജവും അതുതന്നെയാണ്. തിന്മകൾ കാണുമ്പോൾ അതിനോട് രാജിയാകാതെ. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ തിന്മകളിലേക്ക് പോകുന്നില്ല എങ്കിലും ആ തിന്മകൾ കാണുമ്പോൾ അതിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഒരു നിസ്സംഗമായ ഭാവമാണ്. ഇങ്ങനെയുള്ള നിസ്സംഗതയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാതലായ കാരണങ്ങൾ എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന തിന്മകൾക്കെതിരെ അവർ പ്രതികരിക്കാതെ അവരുടേതായ ആരാധനകളിൽ അവർ മുഴുകുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ ദൈവം ശപിച്ചതായിട്ട് ഖുർആനിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ലോകത്ത് കടന്നുപോയ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകന്മാരുടെയൊക്കെയും പ്രബോധനത്തിൻ്റെ മുഖം അവർ തിരിച്ചു വെച്ചത് ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്വർഗ്ഗരതി നമുക്കറിയാം. സ്വർഗ്ഗരതിക്കെതിരെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അതുപോലെ തന്നെ അളവിലും തൂക്കത്തിലുമുണ്ടായ കൃത്രിമത്വത്തിൽ അഥവാ ഒരു ഉപഭോക്താവിനെ വഞ്ചിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് അതിനെതിരെയായിരുന്നു ഒരു പ്രവാചകൻ പ്രതികരിച്ചത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സാമൂഹിക വിപത്തുകൾക്കെതിരെ തിന്മകൾക്കെതിരെയാണ് കടന്നുപോയ എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധന മുഖം അവർ തിരിച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരുടെ അനുയായികളായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമായ ഉമ്മത്തായ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗുണം എന്ന് പറയുന്നത് അവരെ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ഖൈർ ഉമ്മത്ത് എന്ന ആ ഒരു പ്രയോഗത്തിന്, ആ ഒരു വിശേഷണത്തിന് അവർ അർഹരാകണമെങ്കിൽ എല്ലാവിധ നന്മകളെയും അവർ സാംശീകരിക്കുകയും
ഈ കാലഘട്ടത്തിലുള്ള തിന്മകൾക്കെതിരെ സാധ്യമാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും വേണം അവരുടെ ഭാഗത്തു നിന്ന്. അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ അവർ ആരായുകയും അതിനുള്ള പ്രായോഗികമായ രീതികൾ കണ്ടെത്തി മുമ്പോട്ട് പോവുകയും ചെയ്യണം. അല്ലാതെ കേവലമായ ആരാധനകൾ മാത്രം മുഴുകി ജീവിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെയോ ഒരു സ്വഭാവമോ രീതിയോ അല്ല. മറിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടപെടുവാനുള്ള ഊർജം നേടിയെടുക്കുവാനും ഊർജം സംഭരിക്കുവാനുമുള്ള ഒരു അവസരമാണ് ഈ റമളാനും ഈ റമളാനിലുള്ള ആരാധനകളുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ അർത്ഥത്തിൽ മുമ്പോട്ട് പോകുവാൻ, ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.